മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രതീക്ഷ വിഷ്വൽ മീഡിയയുടെ പുതിയ സെഗ്മെന്റായ ജസ്റ്റ് എ മിനിറ്റ് ജാമിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഭാരങ്ങൾ നമ്മളെ അലട്ടാറുണ്ട്. നാളെ എന്തായിത്തീരും, കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും, നമ്മുടെ ജോലി എങ്ങനെയായിത്തീരും, ഇങ്ങനെ പല വിധത്തിലുള്ള ചിന്തകൾ നമ്മളെ അലട്ടാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. ഈ വചനത്തിന് ശേഷം വളരെ വ്യക്തമായ രീതിയിൽ ഒരു കാര്യം കൂടെ കർത്താവ് അവിടെ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ മക്കളാണ് നാം. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത്, ആകാശത്തിലെ പക്ഷികളെക്കാൾ എത്ര സുന്ദരമായി ദൈവം നമ്മെ പുലർത്തുന്നു. നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കും. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നാം പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടെ ഇതൊക്കെയും നമുക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളെ അലട്ടുവാൻ അനുവദിക്കരുത്. നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സമ്പൂർണമായ തിരിഹിതം നിവർത്തിക്കപ്പെടട്ടെ നമ്മുടെ ജീവിതത്തിൽ. ഒരിക്കലും നാളെയെക്കുറിച്ചുള്ള ചിന്തകളിലല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, സകല ചിന്താകുലവും സകല ഭാരവും ദൈവത്തിനുമേൽ ഇട്ടുകൊള്ളുവിൻ. ദൈവം നിങ്ങളെ സഹായിക്കുമാറാണ്.